എല്ലാവർക്കും PSC പസിലിലേക്ക് സ്വാഗതം. ക്വസ്റ്റ്യൻ പേപ്പർ 2 പാർട്ട് 4 ആണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 54-ാമത്തെ ക്വസ്റ്റ്യൻ, സൂര്യപ്രകാശമേൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റാമിൻ ഏത്? ഓപ്ഷൻ ഡി ആണ് ആൻസറായിട്ട് വരുന്നത്, വിറ്റാമിൻ ഡി. ഇലക്കറികളിൽ നിന്നും ധാരാളമായി ലഭിക്കുന്നതും കരളിൽ സംഭരിക്കുന്നതുമായിട്ടുള്ള വിറ്റാമിനാണ് വിറ്റാമിൻ എ. ഇലക്കറികളിൽ നിന്നും ലഭിക്കുന്നതും കരളിൽ സംഭരിക്കുന്നതുമായിട്ടുള്ള വിറ്റാമിനാണ് വിറ്റാമിൻ എ. പഴങ്ങൾ, നെല്ലിക്ക, പപ്പായ, മുരിങ്ങയില, പുളിരുചിയുള്ള പഴങ്ങൾ എന്നിവയിൽ കാണപ്പെടുന്നതാണ് വിറ്റാമിൻ സി. പാൽ, മുട്ട എന്നിവയിൽ ഇല്ലാത്ത ജീവകവുമാണ് വിറ്റാമിൻ സി. പഴങ്ങൾ, നെല്ലിക്ക, പപ്പായ, മുരിങ്ങയില, പുളിരുചിയുള്ള പഴങ്ങൾ എന്നിവയിൽ കാണപ്പെടുന്നതും പാൽ, മുട്ട എന്നിവയിൽ ഇല്ലാത്തതുമായ ജീവകമാണ് വിറ്റാമിൻ സി. ധാന്യങ്ങളുടെ തവിട്, മുട്ട, പാൽ, ചേമ്പില എന്നിവയിൽ കാണപ്പെടുന്നതാണ് വിറ്റാമിൻ ബി. ധാന്യങ്ങളുടെ തവിട്, മുട്ട, പാൽ, ചേമ്പില എന്നിവയിൽ കാണപ്പെടുന്നതാണ് വിറ്റാമിൻ ബി. ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം, ത്വക്കിൻ്റെ ആരോഗ്യം എന്നിവയ്ക്ക് ആവശ്യമായ ജീവകമാണ് വിറ്റാമിൻ ബി. ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം, ത്വക്കിൻ്റെ ആരോഗ്യം എന്നിവയ്ക്ക് ആവശ്യമായ ജീവകമാണ് വിറ്റാമിൻ ബി. 55-ാമത്തെ ക്വസ്റ്റ്യൻ, ഏത് വിളയുടെ സങ്കരയിനമാണ് സൽകീർത്തി? ഓപ്ഷൻ എ ആണ് ആൻസർ, വെണ്ട. വെണ്ടയുടെ സങ്കരയിനമാണ് സൽകീർത്തി. കിരൺ, അർക്ക, അനാമിക എന്നിവയും വെണ്ടയുടെ സങ്കരയിനങ്ങളാണ്. കിരൺ, അർക്ക, അനാമിക എന്നിവയും വെണ്ടയുടെ സങ്കരയിനങ്ങളാണ്. പവിത്ര, ഹ്രസ്വ, അന്നപൂർണ എന്നിവ നെല്ലിൻ്റെ സങ്കരയിനങ്ങളാണ്. പവിത്ര, ഹ്രസ്വ, അന്നപൂർണ എന്നിവ നെല്ലിൻ്റെ സങ്കരയിനങ്ങളാണ്. ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക, ദീപിക എന്നിവ പയറിൻ്റെ സങ്കരയിനങ്ങളാണ്. ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക, ദീപിക എന്നിവ പയറിൻ്റെ സങ്കരയിനങ്ങളാണ്. ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര, ലക്ഷഗംഗ എന്നിവ തെങ്ങിൻ്റേതാണ്. ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര, ലക്ഷഗംഗ എന്നിവ തെങ്ങിൻ്റേതാണ്. 56-ാമത്തെ ക്വസ്റ്റ്യൻ, വനാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏത്? ഓപ്ഷൻ ബി ആണ് ആൻസർ, 2006. 2006-ലാണ് വനാവകാശ നിയമം നിലവിൽ വന്നത്. 57-ാമത്തെ ക്വസ്റ്റ്യൻ, സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം? ഓപ്ഷൻ ബി ആണ് ആൻസർ, 1984. 1984-ലാണ് സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത്. സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധിയാണ് സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത്. 58-ാമത്തെ ക്വസ്റ്റ്യൻ, 2024 ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടന്ന സംസ്ഥാനം ഏത്? ഓപ്ഷൻ സി ആണ് ആൻസർ, ഗോവ. ഗോവയിലാണ് 2024 ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടന്നത്. 59-ാമത്തെ ക്വസ്റ്റ്യൻ, ഇലക്ട്രിക് മണ്ണ് വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യ രാജ്യം ഏത്? ഓപ്ഷൻ ഡി ആണ് ആൻസർ, സ്വീഡൻ. സ്വീഡനാണ് ഇലക്ട്രിക് മണ്ണ് വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യ രാജ്യം. 60-ാമത്തെ ക്വസ്റ്റ്യൻ, വൈദ്യുത സർക്യൂട്ടുകളെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായവ ഏത്? ഓപ്ഷൻ എ ആണ് ആൻസർ, 1, 2, 3 എന്നിവ ശരിയാണ്. ഒരു സർക്യൂട്ട് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ അത് അടഞ്ഞ സർക്യൂട്ടാണ്. ഒരു സർക്യൂട്ട് പൂർത്തിയായിട്ടില്ലെങ്കിൽ അത് തുറന്ന സർക്യൂട്ടാണ്. അടഞ്ഞ സർക്യൂട്ടിൽ മാത്രമേ ഉപകരണങ്ങൾ പ്രവർത്തിക്കൂ എന്നിവയാണ് ശരിയായിട്ടുള്ള ആൻസർ. ഒരു സർക്യൂട്ട് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ അത് അടഞ്ഞ സർക്യൂട്ടാണ്. ഒരു സർക്യൂട്ട് പൂർത്തിയായിട്ടില്ലെങ്കിൽ അത് തുറന്ന സർക്യൂട്ടാണ്. അടഞ്ഞ സർക്യൂട്ടിൽ മാത്രമേ ഉപകരണങ്ങൾ പ്രവർത്തിക്കൂ. 61-ാമത്തെ ക്വസ്റ്റ്യൻ, തുല്യ വലിപ്പമുള്ള 2 സമതല ദർപ്പണങ്ങൾക്കിടയിൽ വെച്ചിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ പ്രതിബിംബങ്ങളുടെ എണ്ണം 3 ആകണമെങ്കിൽ ദർപ്പണങ്ങൾ തമ്മിലുള്ള കോണളവ് എത്ര ഡിഗ്രി ആയിരിക്കും? ഓപ്ഷൻ ബി ആണ് ആൻസർ, 90 ഡിഗ്രി. തുല്യ വലിപ്പമുള്ള 2 സമതല ദർപ്പണങ്ങൾക്കിടയിൽ വെച്ചിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ പ്രതിബിംബങ്ങളുടെ എണ്ണം 3 ആകണമെങ്കിൽ ദർപ്പണങ്ങൾ തമ്മിലുള്ള കോണളവ് എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. 62-ാമത്തെ ക്വസ്റ്റ്യൻ, കാന്തങ്ങളെ പറ്റിയുള്ള ചില വിവരങ്ങൾ നൽകിയിരിക്കുന്നു. ശരിയായവ ഏതെല്ലാം? ഓപ്ഷൻ ഡി ആണ് ആൻസർ, 2, 3 എന്നിവ ശരിയാണ്.
സ്വതന്ത്രമായി കെട്ടിത്തൂക്കിയ ഒരു ബാർ കാന്തം തെക്ക് വടക്ക് ദിശയിൽ സ്ഥിതി ചെയ്യും. ഒരു കാന്തത്തിൻ്റെ ദക്ഷിണധ്രുവവും മറ്റൊരു കാന്തത്തിൻ്റെ ഉത്തരധ്രുവവും പരസ്പരം ആകർഷിക്കും. സ്വതന്ത്രമായി കെട്ടിത്തൂക്കിയ ഒരു ബാർ കാന്തം തെക്ക് വടക്ക് ദിശയിൽ സ്ഥിതി ചെയ്യും. ഒരു കാന്തത്തിൻ്റെ ദക്ഷിണധ്രുവവും മറ്റൊരു കാന്തത്തിൻ്റെ ഉത്തരധ്രുവവും പരസ്പരം ആകർഷിക്കും എന്നിവയാണ് ശരിയായിട്ടുള്ള ആൻസർ. കാന്തത്തിൻ്റെ ശക്തി ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് അതിൻ്റെ ധ്രുവഭാഗത്താണ്. കാന്തത്തിൻ്റെ ശക്തി ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് അതിൻ്റെ ധ്രുവഭാഗത്താണ്. ഏറ്റവും കുറവ് മധ്യത്തിലാണ് അനുഭവപ്പെടുന്നത്. ഏറ്റവും കുറവ് മധ്യത്തിലാണ് അനുഭവപ്പെടുന്നത്. 63ാമത്തെ ക്വസ്റ്റ്യൻ. ധാതുക്കൾ, അയിരുകൾ എന്നിവയെ സംബന്ധിച്ച ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ ബി ആണ് ആൻസർ. അയിരുകളിൽ അതത് ലോഹം ഉയർന്ന സാന്ദ്രതയിൽ അടങ്ങിയിരിക്കുന്നു എന്നതാണ് ശരിയായ ആൻസർ. അയിരുകളിൽ അതത് ലോഹം ഉയർന്ന സാന്ദ്രതയിൽ അടങ്ങിയിരിക്കുന്നു. ബാക്കിയുള്ളവയെല്ലാം തെറ്റായ ആൻസേഴ്സാണ്. എല്ലാ ധാതുക്കളും അയിരുകളല്ല. എല്ലാ അയിരുകളും ധാതുക്കളാണ്. എല്ലാ ധാതുക്കളും അയിരുകളല്ല. എല്ലാ അയിരുകളും ധാതുക്കളാണ്. 64ാമത്തെ ക്വസ്റ്റ്യൻ. വിനാഗിരി ബേക്കിംഗ് സോഡയുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകത്തിൻ്റെ സവിശേഷതയായി വരാവുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. ഇത് തീ കെടുത്തുന്ന വാതകമാണ്. ഇത് തീ കെടുത്തുന്ന വാതകമാണ് എന്നതാണ് ശരിയായിട്ടുള്ള ആൻസർ. 65ാമത്തെ ക്വസ്റ്റ്യൻ. സ്ത്രീ തൊഴിലാളികൾ തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിനെ അറിയിക്കാനുള്ള കോൾ സെൻ്ററിൻ്റെ പേര് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ. സഹജ. സഹജ എന്നതാണ് സ്ത്രീ തൊഴിലാളികൾ തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിനെ അറിയിക്കാനുള്ള കോൾ സെൻ്ററിൻ്റെ പേര്. പഠനത്തോടൊപ്പം സ്കൂൾ വിദ്യാർത്ഥികളുടെ വ്യക്തിത്വ വികസനത്തിനും വൈകാരിക പ്രശ്നങ്ങളുടെ പരിഹാരത്തിനും അധ്യാപകരെ മെൻറ്റർമാരാക്കുന്ന പദ്ധതിയാണ് സഹിതം. പഠനത്തോടൊപ്പം സ്കൂൾ വിദ്യാർത്ഥികളുടെ വ്യക്തിത്വ വികസനത്തിനും വൈകാരിക പ്രശ്നങ്ങളുടെ പരിഹാരത്തിനും അധ്യാപകരെ മെൻറ്റർമാരാക്കുന്ന പദ്ധതിയാണ് സഹിതം. വിദ്യാഭ്യാസ വകുപ്പാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്.